يا مكة ما أطيبك بشجون همس الهادي. നമ്മൾ റസൂലുള്ളാഹിന്റെ ഇത് നോക്കണം. ആരെങ്കിലും ഇസ്ലാം സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു ഇങ്ങനെ നടക്കുക. പരമാവധി എത്തിക്കാൻ ഒരു തടസ്സം ഉണ്ടായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് UAE വാഫി അലുമിനി സംഘടിപ്പിക്കുന്ന ഇലൽ ഹബീബ് സീസൺ 2ലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നാലാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇന്ന് മദീനയിലേക്കുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറയ്ക്ക് മുന്നോടിയായി നടക്കുന്ന ചില പ്രത്യേക ചർച്ചകളാണ് നമ്മുടെ വിഷയം. നമ്മുടെ കൂടെ ബഹുമാനനായ പ്രിയപ്പെട്ട ഹാഫിസ് സഈദ് അലി വാഫി ഉണ്ട്. നമ്മുടെ ചർച്ചയിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ദുലുമാതിൽ വഹം വഅക്രിംനാ ബിനൂരിൽ ഫഹം വഫ്തഹ് അലൈനാ ബിമഅരിഫത്തിൽ ഇൽം വസഹ്ഹിൽ അഖ്ലാഖനാ ബിൽ ഇൽം വജഅൽനാ മിമ്മൻ യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഹിജ്റയിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ചില ഗോത്രങ്ങളെ പോയി കണ്ടെത്തിയത്, അവരോട് സംസാരിച്ചതൊക്കെ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ മദീനയിലെ പ്രബലമായ ഗോത്രവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അതിനു മുമ്പ് മദീനയിലെ ഇസ്ലാമിക ചലനങ്ങളെ കുറിച്ച് നമ്മൾ ഏകദേശം ഒരു മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. 10 വർഷമായപ്പോൾ കുറെ ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ സമീപ പ്രദേശങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വ്യാപകമായിട്ട് അവർക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒന്നും അറിയില്ലെങ്കിലും ബേസിക് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ഏകദേശം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അവർ ഏകദേശം സമീപ പ്രദേശങ്ങളാണ്. കച്ചവടത്തിന് അങ്ങോട്ട് പോകുക അങ്ങോട്ട് വരിക, അങ്ങനെ അവർക്കിടയിൽ ബന്ധമുണ്ട്. അപ്പോൾ വലിയൊരു ആദർശമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അപ്പോൾ അവരത് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ 1-2 ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി സുവൈദ് ബിൻ സാമിത്ത്. ഇദ്ദേഹം ഒരു കവിയായിരുന്നു, മദീനയിലെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു. അദ്ദേഹത്തെ ജനങ്ങൾ അൽകാമിൽ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അൽകാമിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതെ, പരിപൂർണൻ, സമ്പൂർണൻ എന്നൊക്കെയാണ് അതിനർത്ഥം. അത് ഏറ്റവും ഉദാത്തമായ വ്യക്തിത്വത്തിനുടമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായിട്ട് വന്നു. കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ ഒരു കവിയാണ് എന്നോ മറ്റോ ഒക്കെ അദ്ദേഹത്തെ മനസ്സിലായത്. കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സംസാരിച്ചു. ഇതൊക്കെ ഹിജ്റക്ക് മുൻപാണ് കേട്ടോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഒക്കെ എൻ്റെ പക്കൽ ചില കാര്യങ്ങളുണ്ട്. ഫലഅല്ലദി മഅക് മിസ്ലുല്ലദി മഅി. താങ്കളുടെ പക്കലുള്ളത് എൻ്റെ പക്കലുള്ള അതേപോലെ തന്നെ ചില കാര്യങ്ങളായിരുന്നു കാണുന്നത്. അപ്പോൾ താങ്കളുടെ അടുത്ത് ചില പിന്നെ എന്താ വാക്യങ്ങളും അത് ഇതൊക്കെ ഉണ്ട്, എൻ്റെ അടുത്തും ഉണ്ട് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമല്ലദി മഅക്, എന്താണ് താങ്കളുടെ പക്കലുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മജല്ലത്തുൽ ലുഖ്മാൻ എന്ന് പറഞ്ഞു. മജല്ലത്തുൽ ലുഖ്മാൻ എന്നാൽ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സാരോപദേശങ്ങളാണ്. അത് നമുക്കറിയാവുന്നതുപോലെ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയാണ് സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളൊക്കെ ഖുർആനിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്രവാചകനാണോ അല്ല എന്നുള്ള വിഷയത്തിൽ ഒരു അഭിപ്രായ ഭിന്നതല്ല, പക്ഷെ എന്നാലും ഒരു സാലിഹായ വ്യക്തിയായിരുന്നു എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതല്ല. അങ്ങനത്തെ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാരോപദേശങ്ങൾ എന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദൽ കലാമുൻ ഹസൻ. ഓക്കെ, അത് വളരെ നല്ല സാരോപദേശങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. വല്ലദി മഅി അഫ്ളു മിൻ ഹാദ, എന്റെ പക്കലുള്ളതാണെങ്കിലോ ഇതിലേറെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് അപ്പൊ താങ്കളുടെ പക്കലുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പിന്നെ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു. അദ്ദേഹം അത് പിന്നെ സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. അങ്ങനെ ഒരു ഇതൊക്കെ ഹിജ്റക്ക് മുമ്പാണ് ഒരാൾ മുസ്ലിം ആയിട്ടുള്ള ഒരു കഥ നമ്മൾ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇയാസ് ഇബ്നു മുആദിന്റെ ചരിത്രം വേറെ രീതിയിലാണ് നമ്മൾ വായിക്കുന്നത്. അതായത് മദീനയിൽ 2 ഗോത്രം ഉണ്ടായിരുന്നത്, ഔസും ഖസ്റജും. ഈ ഔസും ഖസ്റജും നിരന്തരമായിട്ട് യുദ്ധം നടന്നിരുന്ന സാഹചര്യമായിരുന്നു. ഔസ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇയാസ് ഇബ്നു മുആദ്. ഔസ് ഗോത്രം
മക്കയിലുള്ള ഖുറൈശി ഗോത്രവുമായിട്ട് ഒരു സന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഹിജ്റക്ക് മുമ്പ് അവർ മക്കയിലേക്ക് വരികയാണ്. എന്തിന്? ഖസ്റജ് ഗോത്രത്തിനെതിരെ. അപ്പൊ ഇപ്പൊ നമ്മള് രാജ്യങ്ങൾ തമ്മിൽ എന്താണ് സന്ധികൾ ഉണ്ടാക്കലുണ്ട്, എന്താണ് ആയുധ കൈമാറ്റത്തിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ഒരുപാട് സന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ പിന്നെ ഉടമ്പടി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രവാചകർക്ക് ഏതൊക്കെ അവസരം കിട്ടുന്ന അപ്പോഴൊക്കെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വേഗം അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇദ്ദേഹത്തിന് അത് വേഗം ഓടി, ഇയാസ് ഇബ്നു മുആദിന് വേഗം ഓടി. അദ്ദേഹം പറഞ്ഞു ഹാദാ വല്ലാഹി ഖൈറും മിമ്മാ ജീതും ലഹു. കൂടെയുള്ളവരോട് ഇയാസ് ഇബ്നു മുആദ് പറയാണ്, നിങ്ങൾ വന്നത് എന്തിനാണ്, അതിലേറെ എത്രയോ നല്ല കാര്യമല്ലേ ഇത്, നമുക്ക് ഇത് സ്വീകരിക്കാലോ എന്ന് പറഞ്ഞു. അപ്പോ ആ വന്ന സംഘത്തിലെ നേതാവ് അബുൽ ഹൈസർ ആയിരുന്നു, അബുൽ ഹൈസർ ബിൻ റാഫി. അദ്ദേഹം പറഞ്ഞു ദാനാമിക്ക് എന്നുള്ള ഭാഷാ പ്രയോഗമാണ്. അവരെ ആട്ടി പറയാണ് നമ്മൾ വന്നത് ഈനല്ല, നമ്മുടെ ലക്ഷ്യത നമ്മളൊരു ഉടമ്പടി ഉണ്ടാക്കാനാണ് വന്നത്. അപ്പൊ ഇത് സ്വീകരിച്ചു പോവാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പക്ഷെ ആ സന്ദർഭത്തിലും ഒരു സ്പാർക്ക് അവരുടെ ഉള്ളിലുണ്ട്. ആരെ? ഇയാസ് ഇബ്നു മുആദിന്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് ചരിത്രത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധ സന്ദർഭത്തിൽ ഇദ്ദേഹം വഫാത്താകുന്ന സന്ദർഭത്തിൽ തസ്ബീഹും തഹ്ലീലും ഒക്കെ ചൊല്ലിയിരുന്നു എന്ന് സീറത്ത് ഇബ്നു ഹിഷാം പോലുള്ള ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം മുസ്ലിമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ രണ്ടാൾക്കാരുടെ ഇസ്ലാമിക ആശ്ലേഷണം നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹിജ്റക്ക് മുമ്പുള്ളതാണ് ഇതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ്. ഇനി ഇതും കൂടാതെ വേറെയും കുറെ ആൾക്കാർ വന്നിട്ടുണ്ടോ അറിയില്ല. ഏതായാലും നമ്മൾ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. മാത്രമല്ല ഇവര് മദീനയിൽ പോയതിനു ശേഷം അവര് അവിടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒന്നും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. ഐ മീൻ നമ്മൾ വായിച്ച ഇനി ഏതെങ്കിലും ചരിത്രത്തിൽ ഉണ്ടോ എന്നറിയില്ല. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനത്തെ ചരിത്രം നമ്മൾ കാണുന്നില്ല. ഇവർ രണ്ടുപേരും മുസ്ലിമായി, ഇവർ രണ്ടുപേരും വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വരുന്നതിന് മുന്നേ തന്നെ വഫാത്താവുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയിലാണ് പ്രവാചകർ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിലും മദീന പോലത്തെ സമീപ പ്രദേശങ്ങളിലും ഇതിന്റെ അലയൊലികൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ചിലരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വേറെ കുറെ ഗോത്രങ്ങളൊക്കെ മദീന അല്ലാതെ വേറെ ഗോത്രങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ചരിത്രങ്ങളുണ്ട്. ഈ ഒരു നമ്മൾ മദീന മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നത് ഹിജ്റയുടെ നാടാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്ന സാഹചര്യം. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് മദീനയിൽ ഇസ്ലാമിന്റെ എന്താ പറയാ ബേസിക് ആയിട്ടുള്ള വിത്ത് ഭാഗി ആ രീതിയിലൊക്കെ കൂടുതലായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇസ്ലാമിനെ അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മദീനയിൽ നിന്ന് 6 ആളുകൾ ഹജ്ജിനായി മക്കയിലേക്ക് വരുന്നത്. ആ 6 ആളുകളുടെ പേര് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അസ്അദ് ഇബ്നു സുറാറ, റാഫി ഇബ്നു മാലിക്, ഉഖബത്ത് ഇബ്നു ആമിർ, ഔഫ് ഇബ്നു ഹാരിസ്, ഖുത്ബത്ത് ഇബ്നു ആമിർ, ജാബിർ ഇബ്നു അബ്ദില്ല. ഇതിൽ ചിലരൊക്കെ അസ്അദ് ഇബ്നു സുറാറൊക്കെ നമ്മൾ നിരന്തരം ചരിത്രത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അതെ ജാബിർ അബ്ദില്ലൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇവരാണ് ഇസ്ലാമിന്റെ അടിത്തറ പാകിയത്. അതായത് ഹിജ്റയ്ക്ക് മുമ്പ് തന്നെ അവിടെ ഒരു അനുകൂല സാഹചര്യം കാരണമായിട്ട്. പിന്നെ ഇവരിലൂടെ ആണ് ഒന്നാം അഖബ ഉടമ്പടി. അതാണ് 12 ആളുകൾ വന്നിട്ട് ഒന്നുകൂടിയും സീരിയസ് ആയിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നത് ഒന്നാം അഖബ ഉടമ്പടിയിലാണ്. രണ്ടാം അഖബ ഉടമ്പടിയിൽ ഏകദേശം 75 ആൾ വരുന്നുണ്ട്. അവരൊക്കെ ഇതാണ് ചരിത്രത്തിൽ പൊതുവെ അറിയപ്പെടുന്ന ഒന്നാം അഖബ ഉടമ്പടി, രണ്ടാം അഖബ ഉടമ്പടി. അഥവാ 12 ആൾ വന്നതും 75 ആൾ ഇത് അതിന് മുമ്പ് വന്നതാണ്. അതിന് അടിത്തറ പാകിയത് എന്താണ്? മെയിൻ ഇതാണ്. പക്ഷെ നമ്മൾ പൊതുവെ ഉപരിപൂർവമായിട്ട് ചരിത്രം പഠിക്കുന്ന നേരം എന്താണ് ഇതങ്ങനെ അറിയാം. പക്ഷെ എല്ലാ സീറ ഗ്രന്ഥങ്ങളിലുള്ള ചരിത്രമാണ്. പൊതുവെ നമ്മളെ ചരിത്ര പഠനത്തിൽ ഇതങ്ങനെ വരാറില്ല. അങ്ങനെ ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് ഒന്നാം അഖബ ഉടമ്പടിയിലേക്ക് സാഹചര്യം ഒരുക്കിയത്. അങ്ങനെ ഇവര് നബി സല്ലല്ലാഹു പിന്നെ മക്കയിൽ ഹജ്ജിനായിട്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോന്ന് തെരഞ്ഞു നടക്കുകയാണല്ലോ. അങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ ഇവരെ കണ്ടപ്പോൾ ഇവരോട് ചോദിച്ചു, നമ്മൾ റസൂലുള്ളാഹിന്റെ ഇത് നോക്കണം, ആരെങ്കിലും ഇസ്ലാം സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു ഇങ്ങനെ പരമാവധി എത്തിക്കാൻ പറ്റുന്നിടത്ത് ഒരു തടസ്സം ഉണ്ടായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ അവരെടുത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിന്നെ മന്നന്തും ആരാണ് നിങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ കാലു നഫറും മിനൽ ഖസ്റജ്, ഞങ്ങൾ ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അമിം മവാലി യഹൂദികളുമായിട്ട് ഉടമ്പടിയുള്ള ആ ഖസ്റജ് ഗോത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വേൾഡ് വ്യൂ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമീപ പ്രദേശങ്ങളിലെ പിന്നെ ആഭ്യന്തര വിഷയങ്ങളൊക്കെ ഏകദേശം അറിയാം. അവരുടെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം അറിയാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട് നിങ്ങൾ യഹൂദികളുമായി ഉടമ്പടിയുള്ള അവരെല്ലാം ചോദിച്ചു. അപ്പൊ അതെ പിന്നെ യഹൂദികളുമായിട്ട്
ഖാലു നഅം, ഞങ്ങൾ യഹൂദികളുമായി ഉടമ്പടിയുള്ള ആൾക്കാരാണ് പറഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫലാ തജ്ലിസൂന ഉകല്ലിമുക്കും, എന്നാ കുറച്ചു നേരം നിങ്ങളൊന്ന് സംസാരിക്കാം, നമ്മളൊന്ന് ഇരിക്കോ, നമുക്കൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് പിന്നെ കാലുബല, അങ്ങനെ അവര് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ അവര് തയ്യാറായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പിന്നെ ഇസ്ലാമിനെ കുറിച്ചും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഇത് ആക്സെപ്റ്റബിൾ ആയി. അങ്ങനെ ഫലമ്മ കല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലൈക നഫർ വദഅഹും ഇലല്ലാഹ് ഖാല ബഅദുഹും ലിബഅദ്. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ അവര് പരസ്പരം പറയാണ് യാ ഖൗം തഅലമു വല്ലാഹി ഇന്നഹു ലനബിയ്യുൽ ലദീ തവഅദകും ബിഹി യൗദ്. നിങ്ങളെ നിരന്തരം യഹൂദികൾ ഭീഷണിപ്പെടുത്തുന്ന പ്രവാചകനായിരിക്കും ഇതെന്ന്. കാരണം എന്താ വെച്ചാല് അവർക്ക് ഇതിനു മുമ്പ് അവിടെ യുദ്ധം ഉണ്ടല്ലോ, പിന്നെ ഈ അവർക്ക് യുദ്ധ സന്ദർഭത്തിൽ യഹൂദികള് ഒരു പ്രവാചകൻ, അത് നമ്മൾ കുറച്ച് ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പറയും, മദീനന്റെ ആ ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്, നമ്മൾ ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. ഏതായാലും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയുന്നൊരു യഹൂദികള് ഈ ഒരു അറബികളോട് ഇങ്ങനെ പറയുന്നത് ഒരു പ്രവാചകൻ വരാണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവര് കേട്ടിട്ടുണ്ട് എന്താണ്, അവർക്ക് അത് ഓടി ഇത് പ്രവാചകനാണ് ഇത്. അപ്പൊ അവര് ഒരിക്കലും നിങ്ങളെക്കാൾ മുൻകിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, ഇവരെ ആദ്യം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, നമുക്ക് ഈ പ്രവാചകരായിട്ട് വേഗം ഉടമ്പടിയാകാമെന്ന് അവര് എന്താണ് പെട്ടെന്ന് തന്നെ എന്താണ് ഇത് സ്വീകരിച്ചു. അങ്ങനെ കുറെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ അർത്ഥത്തിലും തൃപ്തി ആയതിനു ശേഷം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ചില സംസാരങ്ങളുണ്ട്. അത് നമ്മൾ പിന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ്. അവർ പറയാണ് ഇന്നാ ഖദ് തറക്നാ ഖൗമന വലാ ഖൗമ ബൈനഹും മിനൽ അദാവത്തി വശർരി മാ ബൈനഹും. ഞങ്ങൾക്ക് പിറകിലൊരു സമൂഹമുണ്ട്, അഥവാ മദീനയിൽ ഞങ്ങൾക്ക് പിറകിലൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിനിടയിൽ ശത്രുത അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ്, അങ്ങേയറ്റം ശത്രുതയിലാണ് അവര് വസിക്കുന്നത്. താങ്കൾ മുഖേന അവർക്കിടയിൽ ഒരു യോജിപ്പും രഞ്ജിപ്പും ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഞങ്ങൾ അവരോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, ഞങ്ങള് താങ്കളിൽ നിന്ന് കേട്ടതും സ്വീകരിച്ചതൊക്കെ അവർക്കും പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ആ സുദീർഘമായ സംസാരത്തിന് അവസാനം പറയുന്നുണ്ട് ഫൈ യജ്മഉഹുമുല്ലാഹു അലൈഹി ഫലാ റജുല അഅസ്സ മിൻക. ഞങ്ങൾ ആരെങ്കിലും താങ്കൾ മുഖേന ഞങ്ങൾക്കിടയിൽ ഒരു യോജിപ്പും രഞ്ജിപ്പും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ താങ്കളെക്കാൾ മഹത്തരമായിട്ടുള്ള അല്ലെങ്കിൽ മഹോന്നതനായിട്ട് മറ്റൊരാളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവർക്കിടയിൽ ആ ഒരു ശത്രുത ഒഴിവാക്കാൻ എങ്ങനെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന സാധ്യമാവൂ എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊക്കെ സംസാരിച്ച് ആ വർഷം അവര് മദീനയിലേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്തു. അടുത്ത വർഷം ഇവര് പോയി 12 ആളുകളുമായിട്ടാണ് വരുന്നത്. 6 പേര് ഫസ്റ്റ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് അടുത്ത വർഷം ഹജ്ജിന് 12 ആള് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. നമുക്ക് അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ഇന്നത്തെ ഹിജറയുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ബാക്കി കൂടുതൽ അതിന്റെ ഉപവിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫതരീഖുൽ ഹിജ്റതി വഅയിറു യൻസിഫു ശൗഖൻ വജുറൂഹ് ഖദമുൻ ഫിർ റംലി വഉഖ്റാ തഖ്തു ഫതദൂസു الروح فالذكرى تنبض ألما كم ذاب القلب وكتما لكن الهدف الأسمى يتطلب منك نزول.